السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ആദരണീയരെ, സ്നേഹിതരെ, 2014 അധികാരത്തിലേറുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ ഒരു ഗ്യാരണ്ടി ഉണ്ട്. 2040 ആകുമ്പോഴേക്ക് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക രാഷ്ട്രമാകുമെന്നായിരുന്നു അത്. എന്നാൽ അന്ന് ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 55ആയിരുന്നുവെങ്കിൽ ഇന്നത് 105-ാം സ്ഥാനത്തേക്ക് അടിപതറിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇന്നും ഒരു നേരത്തെ ഭക്ഷണം ചില ഗല്ലികളിൽ സ്വപ്നം മാത്രമാണ്. ഓരോ രാവിലും മില്യൺ കണക്കിന് ആളുകൾ വിശന്നുറങ്ങുന്ന ഈ നാടിന് എങ്ങനെയാണ് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക രാഷ്ട്രത്തിലേക്കുള്ള യാത്ര സാധ്യമാവുക? ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, വിശപ്പും ദാരിദ്ര്യവും ഇല്ലാതാക്കാൻ കഴിയാതെ സൽഗുണത്തിന്റെയും ഫ്രീഡത്തിന്റെയും വിശേഷണങ്ങൾ വെറും വെളുത്ത കള്ളമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലോകത്തെ പല രാജ്യങ്ങളും അവരുടെ എക്കണോമിക് സ്റ്റാറ്റസ് മെച്ചപ്പെടുത്തുമ്പോൾ ആഗോള പട്ടിണി സൂചികയിൽ നമ്മുടെ രാജ്യത്തിനെത്തി തിരിച്ചടി വളരെ വേദനാജനകമാണ്. ഇന്ത്യ അന്നത്തിനായി കൈവരിച്ചത് വിശേഷണങ്ങളുടെയും പുരോഗതികളുടെയും വെറും കെട്ടുകഥകളായിരുന്നു എന്നാണ് ആഗോള പട്ടിണി സൂചികയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. വിശപ്പിന്റെ തീവ്രത സൂചിപ്പിക്കുന്ന 100 പോയിന്റ് സ്കെയിലില് വിശപ്പില്ലാത്തത് 0-ഉം ഏറ്റവും തീവ്രമായ വിശപ്പുള്ളത് 100-ഉം എന്ന മാനദണ്ഡത്തിലാണ് സ്കോർ തയ്യാറാക്കിയിട്ടുള്ളത്. അതിൽ ഇന്ത്യയുടെ പോയിന്റ് 27.3 എന്ന് വെച്ചാൽ ഇന്ത്യയിൽ 13.7% ആളുകൾ പോഷകാഹാരക്കുറവിൽ ദുരിതം അനുഭവിക്കുന്നു എന്നാണ്. അതിന്റെ മറുപടി എന്നോണം 2.9% കുട്ടികൾ 5 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ മരിക്കുന്നു എന്നത് നമ്മെ സങ്കടപ്പെടുത്തുന്നുണ്ട്. 2024 പട്ടിണി സൂചികയിൽ ഇന്ത്യ 127 രാജ്യങ്ങളിൽ 105-ാമതാണല്ലോ. ഇത് കാണിക്കുന്നത് നമ്മുടെ ജനസംഖ്യയുടെ വലിയൊരു ശതമാനം പോഷകാഹാരക്കുറവിൽ ദുരിതം അനുഭവിക്കുന്നു എന്നാണ്. പാചകവാതവും ഭക്ഷ്യധാന്യങ്ങളും സാധാരണ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കഴിയുന്നില്ല. കുട്ടികളുടെ വളർച്ചാ വിലംബം അപകടകരമായ ദാരിദ്ര്യത്തിലേക്കും രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഇന്ത്യൻ ജനസംഖ്യയുടെ ഭൂരിഭാഗവും യുവാക്കളാണ്. ഈ യുവാക്കള് പട്ടിണിയിലും പോഷകാഹാരക്കുറവിലും കാലം കഴിച്ചാൽ നമ്മുടെ ദേശീയ സമ്പദ് വ്യവസ്ഥ വരാനോ രാജ്യം പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ബലപ്പെടാനോ സാധ്യതയില്ല. ഇതിനോടുകൂടി ചേർത്ത് വഹിക്കേണ്ടതാണ് ഇന്ത്യ സ്വീകരിക്കുന്ന കർഷക വിരുദ്ധ നയങ്ങൾ. കർഷക വിരുദ്ധ നയങ്ങൾ രാജ്യത്തെ ഭക്ഷ്യസുരക്ഷയെയും കൃഷിവൽക്കരങ്ങളെയും അതിനപ്പുറത്ത് പട്ടിണിയെയും ദാരിദ്ര്യത്തെയും ഗണ്യമായി ബാധിക്കാനിടയുണ്ട്. കർഷകർ കൃഷിയിൽ നിന്ന് പിന്മാറുന്നതോടെ ഇത് രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയെ ബാധിക്കുകയും ഇതുവഴി രാജ്യത്തിന്റെ ആഹാര സുരക്ഷയ്ക്ക് വലിയ ഭീഷണി സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രിയരെ, ആഗോള പട്ടിണി സൂചിക ഒരു മുന്നറിയിപ്പാണ്. ഇത് യുവാക്കളെ ഉണർത്താനും അവരുടെ കാഴ്ചപ്പാട് മാറ്റാനും പ്രേരിപ്പിക്കുന്നതാണ്. ഇന്ത്യയെ പട്ടിണിയില്ലാത്ത ഒരു രാജ്യമാക്കുക എന്നത് നമ്മിൽ അർപ്പിതമായ ഉത്തരവാദിത്തമാണ്. പട്ടിണി ഒരു രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ ആരോഗ്യത്തിന്റെ സൂചകമാണ്. ഇന്ത്യക്ക് തൻ്റെതായ ഭാവി സുസ്ഥിരമാക്കാൻ പട്ടിണിയെ പരാജയപ്പെടുത്തേണ്ട ശ്രമങ്ങൾ തുടങ്ങേണ്ടത് അനിവാര്യമാണ്. ഇന്ത്യ ഈ സത്യത്തെ തിരിച്ചറിയുകയും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലേക്ക് അഥവാ സുസ്ഥിര വികസനത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. കർഷകന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും ശിശുപോഷണ പദ്ധതികൾ ശക്തമാക്കിയും വിതരണ ശൃംഖലകൾ ഒന്നുകൂടി മെച്ചപ്പെടുത്തിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഈ ഒരു സീരിയസ് സ്റ്റേജിൽ നിന്നും നമുക്ക് കരകയറാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.